ഗൈസ്, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പെണ്ണുങ്ങളുടെയൊക്കെ പേര് പോലെ തന്നെ അതിമനോഹരമായിട്ടുള്ള ഡൽഹിയിലെ ഒരു മാർക്കറ്റിലേക്കാണ്, സരോജിനി മാർക്കറ്റ്. നിങ്ങൾ എത്ര പേർക്ക് ഈ ഒരു മാർക്കറ്റിനെ പറ്റി അറിയാമെന്നുള്ളത് എനിക്കറിയില്ല. നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ നമുക്ക് ആ മാർക്കറ്റ് പോയി കണ്ടിട്ട് വന്നാലോ. നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഷോപ്പിൽ വന്നത്. ചുട്ടിന് സ്പെഷ്യലായിട്ടുള്ള ചോളം ഇവിടെ കിട്ടി. അങ്ങനെ അതൊരു കപ്പൽ വാങ്ങിക്കൊണ്ടാണ് നമ്മൾ നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് നടന്നത്. നിസാമുദ്ദീനിലെ സറൈ കലക്കാൻ മെട്രോ സ്റ്റേഷനിൽ നിന്നാണ് നമുക്ക് സരോജിനി മാർക്കറ്റിലേക്കുള്ള മെട്രോ ട്രെയിൻ കിട്ടുക. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇൻഡിവിജ്വലായിട്ട് മെട്രോ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ആ കാർഡ് സ്വൈപ്പ് ചെയ്തിട്ട് തന്നെ നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മളൊരു 30 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് മെട്രോയിൽ യാത്ര ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഗൈസ്, ഇതാണ് സരോജിനി മാർക്കറ്റിന്റെ മെയിൻ എൻട്രൻസ്. മാർക്കറ്റിലേക്ക് കയറിയപ്പോൾ തന്നെ കച്ചവടക്കാരുടെ തിരക്കുകൾ മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. മാർക്കറ്റിന് ഉള്ളിലോട്ട് പോകുന്നതോറും കണ്ണെടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഗൈസ്. അത്രയും സാധനങ്ങളും അത്രയും എന്താ പറയുക, നിങ്ങൾക്ക് ഈ വീഡിയോ എത്രത്തോളം അത് എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റുന്നറിയില്ല. വാച്ചുകളായാലും ലേഡീസിന്റെ മാലകളായി കഴിഞ്ഞാലും ഇതൊക്കെ കാണിക്കുന്നതിന്റെ മുന്നേ നമ്മൾ ചെറിയ ബ്രേക്ക് എടുക്കണം. കാരണം ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ചുരുളിങ്ങനെ ഇങ്ങനെ വിശന്നിട്ട് പറയുന്നുണ്ടായിരുന്നു. നമ്മൾ അവിടെയുള്ള അമർജ്യോതി ഹോട്ടലിലേക്ക് കയറി. ഇവിടെ നല്ല ഭക്ഷണമൊക്കെയാണ് കിട്ടുന്നത്. ഇവിടെ ഉള്ളതിൽ വെച്ചിട്ട് അത്യാവശ്യം നല്ലൊരു റെസ്റ്റോറന്റ് ആണ്. അപ്പോൾ ഇവിടെ നോർത്ത് ഇന്ത്യൻ ഫുഡും സൗത്ത് ഇന്ത്യൻ ഫുഡും എല്ലാ ഡിഷസും ഇവിടെ അവൈലബിൾ ആണ്. നമ്മളൊരു ബിരിയാണിയും പിന്നെ നൂഡിൽസും ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിച്ചു. മെല്ലെ പിന്നെയും ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. അഞ്ചിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കമ്മലുകളുടെ ഒക്കെ കളക്ഷനൊക്കെ ഒരുപാടാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഇത് വാങ്ങാതെ പോകില്ല. കാരണം ഇവിടെ 30 രൂപക്കൊക്കെ കമ്മലുകളൊക്കെ കിട്ടുന്നുണ്ട്. മാർക്കറ്റിലെ തിരക്ക് പതിയെ പതിയെ കൂടി വരുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ചെരുപ്പുകളുടെ കളക്ഷൻ ആയി കഴിഞ്ഞാലും ഷൂസുകളുടെ കളക്ഷൻ ആയി കഴിഞ്ഞാലും ഒക്കെ നമ്മുടെ നാട്ടിൽ കിട്ടാവുന്നതിനേക്കാളും അഫോർഡബിൾ ആയിട്ടുള്ള നല്ല റേറ്റിലാണ് ഇവിടെ കിട്ടുന്നത്. വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചെരുപ്പുകളാണ്. നിങ്ങൾക്ക് നോക്കി തന്നെ മനസ്സിലാവും. നോക്കിയിട്ട് ഇതൊക്കെ നമുക്ക് പാർട്ടി വെയർ ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഈ കമ്മലുകളായി കഴിഞ്ഞാലും മാലകളായി കഴിഞ്ഞാലും ഡ്രസ്സുകളായി കഴിഞ്ഞാലും എല്ലാത്തിനും ഈ ഒരു മാർക്കറ്റിൽ വില കുറവാണ്. ഒരുപാട് ആളുകളാണ് ഈ ഒരു മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടംപോലെ ജനങ്ങളുടെ സാഗരം എന്ന് പറയാം. അതേപോലെ നിങ്ങൾ നോക്കിയിട്ട് എത്രത്തോളം ഡ്രസ്സുകളാണ്. അടിപൊളി നല്ല കളക്ഷനുള്ള ബാഗുകൾ, ചെരുപ്പുകൾ, ഷൂസുകൾ. ഡൽഹിയിലൊക്കെ വരുവാണെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു മാർക്കറ്റ് തന്നെയാണ് സരോജിനി മാർക്കറ്റ്. പിന്നെ ലേഡീസിന് മാത്രമായിട്ട് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം ജെൻസിനുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ജെൻസിനുള്ള ഷൂസ് ഉണ്ട്, ടീഷർട്ടുകൾ, ഷർട്ടുകൾ, ഹുഡീസ്, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. ഷർട്ടുകളുടെയും ടീഷർട്ടുകളൊക്കെ ഒരുപാട് കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ എന്തായാലും ഈ ഒരു റേറ്റിന് ഇവിടെ കിട്ടില്ല. 200 രൂപയും 300 രൂപയൊക്കെയാണ് ഇവിടുത്തെ റേറ്റ്. ഞാൻ ഇതിനകത്തുള്ള ഒരുപാട് ഷർട്ടുകൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ക്വാളിറ്റിയും പിന്നെ നല്ല മെറ്റീരിയലാണ് ഇവിടുത്തെ ഷർട്ടുകളൊക്കെ ഉള്ളത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ബ്രേക്ക് എടുക്കുന്നതൊക്കെ നല്ലതാണ്. കാരണം അത്രയും കറങ്ങാനുണ്ട് ഇവിടെ. ഒരുപാട് സ്ഥലങ്ങൾ, കാണാത്ത ഒരുപാട് സാധനങ്ങൾ, ലെതർ ബാഗുകൾ നിങ്ങൾക്ക് ഇതിൽ നോക്കി കാണാൻ പറ്റും. പിന്നെ ടീഷർട്ടുകളായി കഴിഞ്ഞാലും ഗ്ലൗസുകളായി കഴിഞ്ഞാലും ഒക്കെ അഫോർഡബിൾ റേറ്റിന് കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ് സരോജിനി മാർക്കറ്റ്. ഞാൻ ഒരുപാട് സ്ഥലത്ത് ഡൽഹിയിൽ മാർക്കറ്റുകൾ പോയിട്ടുണ്ട്. പക്ഷേ ഇത്രയും ചീപ്പായിട്ടുള്ള റേറ്റുകളിൽ സാധനങ്ങൾ കിട്ടുന്ന ഒരു മാർക്കറ്റ് ഉണ്ടെങ്കിൽ അത് സരോജിനി മാർക്കറ്റ് തന്നെയാണ്. ആളുകളുടെയൊക്കെ എണ്ണം പിന്നെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, കുറയുന്നില്ല കേട്ടോ. പിന്നെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ആളുകളോട് സാധനങ്ങൾ വാങ്ങുന്നതും അതിൻ്റെ റേറ്റ് ചോദിക്കുന്നതും ബാർഗെയിൻ ചെയ്യുന്നതും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ബാർഗെയിൻ ചെയ്യലാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ഇപ്പം നോക്കിയിട്ട് ഈ കണ്ണടയിട്ട് തരുന്ന ചേട്ടനുണ്ടോ, ആ ചേട്ടനോട് പറഞ്ഞ് ഈ കണ്ണടക്ക് 500 രൂപ സംസാരിച്ച അവസാനം അത് 80 രൂപ വരെ എത്തിയിട്ടോ. പിന്നെ കമ്മലുകൾ വാങ്ങുന്നതായിരിക്കും. പക്ഷേ കമ്മലുകൾക്കൊക്കെ ഫിക്സഡ് ആയിട്ടുള്ള റേറ്റുകൾ 30 ആണ്. പിന്നെ അതെ, ഈ ചേട്ടൻ ഉണ്ടല്ലോ, ഈ ചേട്ടൻ പറഞ്ഞത് 2 മാറ്റ് ഇതിന് 600 രൂപയാണെന്ന്. ലാസ്റ്റ് സംസാരിച്ചപ്പോൾ എത്ര പൈസക്ക് തരാൻ പറഞ്ഞാൽ 2 മാറ്റ് 100 രൂപ തരാമെന്ന്. അത്രയേ ഉള്ളൂ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. ഇപ്പം 1000 രൂപയുടെ സാധനം 200 രൂപക്കും 300 രൂപക്കൊക്കെ ചീപ്പായിട്ട് നമുക്ക് ഈ വാച്ചുകളായി കഴിഞ്ഞാലും ഷൂസുകളായി കഴിഞ്ഞാലും എല്ലാത്തിനും നമ്മൾ ഈ കാണുന്ന ഈ റേറ്റ് കൊടുക്കണമെന്നില്ല, അവർ പറയുന്ന റേറ്റ് കൊടുക്കണമെന്നില്ല. നമ്മളിപ്പോൾ സംസാരിച്ച് ഇപ്പോൾ 1000 രൂപ പറയുന്ന ബാഗുകളായി കഴിഞ്ഞാലും 800 രൂപ പറയുന്ന ബാഗുകളായി കഴിഞ്ഞാലും ചെറിയ റേറ്റിന് പറഞ്ഞിട്ട് നമുക്ക് ബാർഗെയിൻ ചെയ്തിട്ടെടുക്കാവുന്നതാണ്. അങ്ങനെ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ തിരിച്ച് മെട്രോയിലേക്ക് കയറി റൂമിലോട്ട് തിരിച്ച് പോവുകയാണ്. ഇനി നാളെ നമ്മൾ വേറൊരു മാർക്കറ്റിലേക്ക് വീണ്ടും പോകുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ആരും മറക്കണ്ട. വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ.